നമസ്കാരം. നമുക്കുമറിയാം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ഉള്ള ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഈ വീഡിയോ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവം അല്ലെങ്കിൽ മെൻസസ് എന്ന് പറയുന്ന ആ പീരീഡിന് ശേഷം എത്ര നാൾ കഴിഞ്ഞാണ് ക്ഷേത്രത്തിൽ പോകാം എന്നതിനെക്കുറിച്ച് ഇന്നും പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ്. അപ്പോൾ എന്താണ് ആർത്തവം? ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന രക്തം മാസം തോറും പുറത്തേക്ക് പോകുന്നതിനെയാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസസ് എന്ന് പറയുന്നത്. ഇത് ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ മനുഷ്യ ശരീരത്തിൽ ഒരുക്കിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് അമ്മയാകാനുള്ള അല്ലെങ്കിൽ ഗർഭം ധരിക്കാനുള്ള പ്രാപ്തി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ സൂചനയാണ് ആർത്തവം എന്നത്. അപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരം ഈ ആർത്തവ കാലയളവിൽ സ്ത്രീകൾക്ക് ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ പറയുന്നത് 10 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മറ്റുള്ള മതത്തിൽ ഇങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ വേറൊരു അഭിപ്രായവുമുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ താന്ത്രിക വിധിപ്രകാരം പണിഞ്ഞിട്ടുള്ളവയാണ് ക്ഷേത്രങ്ങൾ. അവിടെ ശുദ്ധിയും വൃത്തിയും പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ആരെങ്കിലും ആവട്ടെ, അവരുടെ കൈയോ കാലോ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞ് ഒരു തുള്ളി രക്തം വീണാൽ പോലും ആ ക്ഷേത്രം അശുദ്ധമാക്കി എന്നാണ് വിധി. അതുപോലെ കുട്ടികളുടെ മൂത്രം വീണാൽ പോലും ശുദ്ധീകരിക്കണം എന്നതാണ് ആചാരപ്രകാരം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതാണ് വിധി. അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധം ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. അപ്പോൾ മെൻസസ്സായ സ്ത്രീകളിൽ ചിലർക്ക് ഈ ആർത്തവ രക്തം പോകുന്നത് ചിലർക്ക് 3 ദിവസമായിരിക്കും, ചിലരിൽ അത് 5 മുതൽ 7 ദിവസം വരെ ആവാം. ഇതൊക്കെ അവരുടെ ശരീര പ്രകൃതവും മാനസിക സമ്മർദ്ദവും രോഗവുമൊക്കെ കൊണ്ടാകാം ഇങ്ങനെ കൂടുന്നത് എന്നാണ് സയൻസ് പരമായി പറയുന്നത്. ഈ ആർത്തവ സമയത്ത് ഒരു സ്ത്രീയിൽ നിന്നും 30 മുതൽ 100 മില്ലി ലിറ്റർ രക്തം വരെ പോകുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നും അയണിൻ്റെ അംശം, അതായത് ഇരുമ്പിൻ്റെ അംശം ധാരാളം പുറത്തു പോകുന്നു. അതായത് 0.5% മുതൽ 1 മില്ലി വരെ ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് പോകുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് സ്ത്രീകളിൽ വിളർച്ചയും ക്ഷീണവും ഉണ്ടാകുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഏറെ വലുതാണ്. ദേഷ്യമുണ്ടാകുക, അതുപോലെ ഉത്കണ്ഠ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് തന്നെ തോന്നാം ക്ഷേത്രത്തിൽ പോകാൻ ഈ സമയത്ത് എനിക്ക് ശുദ്ധിയില്ല എന്നത്, അല്ലേ? പോയാലും പ്രാർത്ഥനയിൽ ചിന്തിക്കാൻ കഴിയേയില്ല, എപ്പോഴും സംശയമായിരിക്കും. അതുകൊണ്ടാണ് താന്ത്രിക പ്രകാരം ശുദ്ധീകരിച്ച ക്ഷേത്രത്തിനുള്ളിൽ ആർത്തവ കാലയളവിൽ പോകരുത് എന്ന് നമ്മുടെ പണ്ടേയുള്ള
നമ്മുടെ മുൻ തലമുറക്കാർ പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ്. ഇന്നും പല വീടുകളിലും സ്ത്രീകൾ ഈ സമയത്ത് തറയിൽ പായ വിരിച്ച് കിടക്കുന്നു എന്നതാണ്. അപ്പോൾ ഹൈന്ദവ ആചാരത്തിലേക്ക് വന്നാൽ പണ്ടേ കാലത്താണെങ്കിൽ ഈ സമയത്ത് സ്ത്രീകൾ 3 ദിവസം മാറിയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. 4-ാമത്തെ നാൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ അടുക്കളയിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ എന്ന് പോകാം എന്ന് നോക്കാം. ശിവക്ഷേത്രം ഒഴിച്ച് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ 7 ദിവസം കഴിഞ്ഞ് പോകാം എന്നതാണ്. അതായത് 8-ാമത്തെ ദിവസം ചെല്ലാവുന്നതാണ്. അതും 8-ാമത്തെ ദിവസം മുങ്ങിക്കുളിച്ച ശേഷമേ ചെല്ലാവൂ എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ എവിടെ ചെന്നാൽ മുങ്ങിക്കുളിക്കുക അല്ലേ? അതുകൊണ്ട് കുളിച്ച് ശുദ്ധിയായി 8-ാം ദിവസം ചെല്ലാവുന്നതാണ്. അതുപോലെ ശിവക്ഷേത്രത്തിലാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് 11-ാമത്തെ ദിവസം മാത്രമേ ശിവക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ എന്നൊരു വിധിയുണ്ട്. പോകുന്ന സമയത്ത് കടൽ വെള്ളം തളിച്ച് ദേഹശുദ്ധി വരുത്തി വേണം ചെല്ലുവാൻ. അതും നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളിലായാലും ശരി തന്നെ. 8-ാമത്തെ ദിവസം പോകുമ്പോൾ കുറച്ച് കടൽ വെള്ളം നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തളിച്ച് ശുദ്ധീകരിച്ച് വേണം അമ്പലത്തിനുള്ളിൽ, ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ വേറൊരു സംശയം ചിലവർ ചോദിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ പൊങ്കാലയിടാൻ ഈ സമയത്ത് എത്ര നാൾ കഴിഞ്ഞ് ചെല്ലാം എന്നതാണ്. അതും ഇതേ വിധിപ്രകാരം തന്നെയാണ്. ദേവീക്ഷേത്രങ്ങളാണല്ലോ പൊങ്കാലയിടുന്നത്. അപ്പോൾ 8 ദിവസം കഴിഞ്ഞാൽ പൊങ്കാല ഇടാം എന്നാണ് വിധികളിൽ പറയുന്നത്. അപ്പോൾ ചില സ്ത്രീകളിൽ ഈ ആർത്തവ സമയത്ത് ഈ രക്തം 7 ദിവസം വരെയൊക്കെ പോകാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം കഴിഞ്ഞിട്ടേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ഉള്ളതാണ്. ശാസ്ത്രപ്രകാരം നേരത്തെ പറഞ്ഞ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ 8 ദിവസം കഴിഞ്ഞും ശിവക്ഷേത്രത്തിൽ 11-ാമത്തെ ദിവസവും ചെല്ലാം എന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഈ മാറ്റങ്ങൾ നമ്മൾക്ക് അറിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഹൈന്ദവ ഇതിലുള്ള സ്ത്രീജനങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് പേരിൽ എത്തേണ്ടതാണ്. ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താലേ ഓരോ വീഡിയോയും ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.